അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ? ഏറെ കയറ്റൂലേ? എന്റെ പൊന്നളിയോ, അയ്യോ ഇല്ല. ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ശരി, പറ, എന്താണ് സീന്? എനിക്ക് എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. മനുഷ്യന്മാര് വിഷമം വരുമ്പോ കരയൂലേ? അങ്ങനെ കരഞ്ഞു, വിഷമം പോയി. ആര്യ ചേച്ചി ബഡായി ബംഗ്ലാവില് ആര്യ ഇട്ട ഒരു പോസ്റ്റാണ്, അതിനോട് ഞങ്ങൾ ആവുന്ന പറഞ്ഞ് ഞാൻ പോകണ്ടത്. അല്ല, അത് വേറെ കോണ്ടസ്റ്റിൽ പറഞ്ഞാണ്. അങ്ങനെ അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് വേറൊരു കോണ്ടസ്റ്റിൽ പറഞ്ഞാണ്, അത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ശരിക്കും ബിഗ് ബോസിൽ സിബിചേട്ടൻ വന്നതിന് ശേഷമാണ് കളി മാറിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പൊ ഈ കളി മാറിയ സമയത്ത് ഈ പുറത്തേക്ക് പോണത് ഞാൻ പറയട്ടെ, ഞാൻ പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. ഓക്കെ, ഞാൻ ഇപ്പോഴേ പറയാം, പുറത്തേക്ക് പോകുക എന്നുള്ളത് എന്റെ തീരുമാനമല്ല. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഞാൻ എന്തായാലും പുറത്ത് പോകണമെന്ന് ഒരിടത്തും ആരോടും ആവശ്യപ്പെട്ടില്ല. ആ വീട്ടിൻ്റെ പുറത്തേക്ക് വരണം എന്നുള്ളത്, നമ്മൾ ഇമോഷണലി ഡൗൺ അല്ലേ? നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ടൊരു റീഫ്രഷ് മോഡ് എനിക്ക് ആവശ്യമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ചേട്ടന്റെ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല. ഇല്ല, ഞാൻ ക്വിറ്റ് ചെയ്തതല്ല ഷോ. കിട്ടിയതല്ല. അല്ല, പുറത്ത് വരാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. നമുക്ക് ഇനി സംസാരിക്കാം, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ സംസാരിക്കുന്നതല്ല നല്ലത്. കുറച്ചുകൂടെ പുറത്ത് വരാതിരിക്കാൻ അതിനകത്ത് തന്നെ നിൽക്കാൻ ശ്രമിച്ചിരുന്നു. നമ്മള് ഇത് എന്റെ മാത്രം ഡിസിഷൻ അല്ലല്ലോ. നമ്മൾ അതിനകത്ത് കയറ്റുന്നതിന് കുറെ പ്രോസസ് ഒക്കെ ഇല്ലേ? അപ്പോൾ ആ പ്രോസസ്സ് ഞാൻ ഒരു ഒറ്റയടിക്ക് ഒരു കാര്യം പറയാം. നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് ഒരുപാട് സമയം പോകും. ബേസിക്കലി ഞാനൊരു എൻ്റർടൈനർ ആയിരുന്നല്ലോ. എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ധർമ്മം. അത് ഞാൻ അതിനകത്ത് വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ലാൽ സാറ് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് വേദന ഉണ്ടാക്കി. അതായത് എൻ്റർടൈനർ അല്ലേ നമ്മുടെ തൊഴിൽ. അപ്പോൾ എൻ്റർടൈൻ ചെയ്യുന്നില്ലേ ആൾക്കാർക്ക്? ഞാൻ എൻ്റർടൈനിങ് ആയിട്ട് തോന്നുന്നില്ലേ? എൻ്റെ എൻ്റർടൈനിങ് കയ്യിൽ നിന്ന് പോയോ? അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഒരു എൻ്റർടൈനർ അല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാൻ അതിനകത്ത് നിൽക്കണം എന്നുള്ള ആ മൊമെൻറ്റിൽ എനിക്ക് തോന്നി, ആ ഒരു നിമിഷം. അപ്പോൾ ആ തോന്നലൊന്ന് പിന്നെ നമുക്ക് ഒരടിയല്ലല്ലോ, മെഷീൻ ഗണ്ണായിരുന്നില്ലേ? അല്ല, ഈ ജാസ്മിൻ ജബ്രി വിഷയത്തിൽ ഇടപെട്ടപ്പോഴാണോ ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയത്? അങ്ങനെയൊന്നുമില്ല. അവരൊക്കെ ആരാ? അവരൊക്കെ ഗെയിം കളിച്ചിട്ട് അവരവരെ വഴിക്കും. അപ്പൊ അവരുടെ പ്രണയം ഫേക്ക് ആണെന്നാണ് ശിവചേട്ടൻ പറഞ്ഞത്. ഞാൻ ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു അത് അവിടെ വെച്ചിട്ട്. അല്ലേ, ലാലേട്ടന്റെ എപ്പിസോഡിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാരെ പറ്റിക്കൽ പരിപാടിയാ. സിമ്പിൾ. ബിഗ് ബോസിന്റെ മൈൻഡ് ഗെയിമിൽ ചേട്ടൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതിനുള്ള ആൻസർ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. അതായത് ആ വീട്ടില് എനിക്കൊരു ഗെയിം, ബാക്കി 18 പേർക്ക് ഒരു ഗെയിം. ഇതിന്റെ അപ്പുറത്തേക്ക് ബിഗ് ബോസിനൊരു മൈൻഡ് ഗെയിം ഉണ്ട്. ആ ബിഗ് ബോസിനെതിരെയുള്ള മൈൻഡ് ഗെയിം ആ വീട്ടിൽ നിന്ന് എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അത് ബിഗ് ബോസ് കേൾക്കും, കാണും. അപ്പൊ അദ്ദേഹത്തിനെതിരെ ഒരു മൈൻഡ് ഗെയിം പ്ലാൻ ചെയ്യണ്ടേ? അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ജാസ്മിന് ഫേവർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട് ചേട്ടൻ? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല. നാട്ടുകാരാണെന്ന പരിപാടിയല്ലേ ബ്രോ. ജാസ്മിനെ ഫേവർ ചെയ്താൽ നിങ്ങൾ വെറുതെ വിടുവോ? ഏറെ കയറ്റൂലേ? എങ്കിലും ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ ജാസ്മിനെ പൊക്കി പറയുന്ന ഒരു ഇത് കണ്ടു. നിങ്ങൾക്ക് തോന്നിയോ? തോന്നി. അല്ല, ഈ സിബിൻ ചേട്ടൻ കാണിച്ചു എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഇവിടെ ആരും പ്രേക്ഷകർ കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്ന് പറയാൻ പറ്റും? അത് BCCI റൂൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചിട്ടാ. ഞാൻ അതിനകത്ത് ചെയ്തതിന്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തു. എനിക്ക് എന്താ പറയുക, ഊളയെന്നോ അങ്ങനത്തെ ഭാഷകളൊന്നും ഉപയോഗിക്കാറുകൂടാ. എൻ്റെ ഏറ്റവും മാന്യമായ രീതിയിൽ ആ ഫ്രസ്ട്രേഷൻ ഞാൻ പുറത്തേക്ക് വിട്ടത് ആംഗ്യത്തിലൂടെയാണ്. അത് ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഈ സ്വന്തമായിട്ട് തീരുമാനം എടുത്തില്ലെന്ന് പറയുമ്പോൾ തന്നെ ഈ വാക്കൗട്ട് ചെയ്തത് എങ്ങനെയാണ്? വാക്കൗട്ട് എന്ന് എനിക്കറിയില്ല. അതങ്ങനെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മാറ്റുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. അതായത് ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം. ഡോക്ടർ നിർദ്ദേശം. അങ്ങനെ ഒരു പ്രശ്നം ഇല്ല നിങ്ങൾക്ക് തോന്നുന്നു? അപ്പൊ ഇതിന്റെ ക്രെഡിബിലിറ്റി പോകില്ല കേട്ടാ. ഈ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് ഇതിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കില്ല ഈ സംഭവം. ഞാൻ പറയട്ടെ, എനിക്കൊരു അഭിപ്രായമില്ല. എനിക്കൊരു അഭിപ്രായമില്ല. ശരി തെറ്റുകളില്ല, റേറ്റിംഗേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ആരോഗ്യ പ്രശ്നമില്ല എന്ന് പറയുകയും നമ്മുടെ ഫാമിലിനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസം ഞാൻ അങ്ങോട്ട് പോകുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഞാൻ അവിടെ പോയി എന്താ ഇപ്പം വാക്കൗട്ട് ചെയ്തു ഇല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാണെന്ന് പറയുന്ന അർത്ഥത്തില് ഞാൻ കരയുന്നത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. ഞാൻ വിഷമം വന്ന മനുഷ്യർ കരയും. അപ്പൊ നമ്മൾ കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താ വേണ്ട? നമുക്കൊരു റീസെറ്റ് എന്നുള്ളൊരു ആവശ്യമുണ്ട്. ആ റീസെറ്റ് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ സ്വാഭാവികമായിട്ടും കൺഫെഷൻ റൂമാണെങ്കിലും ഇതെല്ലാം ക്യാമറയുടെ അളവിനുള്ളിലാണ്. അപ്പോൾ എനിക്കൊരു റീസെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു.
ഞാൻ ഗെയിമർ എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? ചേട്ടാ അതെ, അതായത് ഗെയിം ചേട്ടൻ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ വാക്കൗട്ട് ചെയ്തതല്ല. അപ്പോൾ ഒരു പ്രത്യേക ഒരു കണ്ടസ്റ്റന്റ് അവർ വിന്നർ ആക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? അഭിപ്രായമില്ല, അങ്ങനെ അഭിപ്രായമില്ല ബ്രോ. അങ്ങനെയൊന്നും പറ്റില്ല ബ്രോ. ഇത് വെള്ളരിക്കപ്പെട്ടോ. 100% സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല. സ്ക്രിപ്റ്റഡ് അല്ലെന്ന് ഞാൻ പറഞ്ഞു. 100% സ്ക്രിപ്റ്റഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞിട്ട് വരുമോ? അല്ല, ഐ എം വെരി മച്ച് ഓവർവെൽംഡ്. എന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചത് എനിക്ക് ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. എന്താ പറയാ, സ്നേഹം മാത്രം എല്ലാവരുടെ അടുത്തും. വിളിക്കട്ടാ. താങ്ക് യു ഗൈസ്, താങ്ക് യു. കാണാട്ടാ, താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ കൂടാനുകൂടി നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച്. അല്ലേ, ആരാ ഉണ്ടെങ്കിലും ഗെയിം പോവും, ആരുണ്ടെങ്കിലും ആരില്ലെങ്കിലും ഗെയിം പോവും. അതാണ് ചേച്ചി സിബിൻ പോകുമ്പോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, പോവണ്ടെന്ന് പറഞ്ഞതാണ് എന്നിട്ട് പോവാണ്. അതൊരു എന്താ പറയാ, അതൊരു ജോക്ക് അല്ലേ. നമ്മള് ഫ്രണ്ട്സിനെ ടീസ് ചെയ്യില്ലേ, അതുപോലെ ടീസ് ചെയ്യുന്ന പോലെ ഇട്ടതല്ലേ ഞാന്. ചേച്ചി ടിപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നോ പുള്ളിക്ക്? ഇല്ല, ഞാൻ ആർക്കും ടിപ്സ് കൊടുക്കാറില്ല. ഇത് വൻ തോൽവിയായിരുന്നു, ഞാനെന്ത് ടിപ്പ് കൊടുക്കാനാണ് ബ്രോ? അല്ല, പുള്ളി ഇങ്ങനെ ഇപ്പൊ സ്വയം പുറത്ത് വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്പ് കൊടുക്കാമായിരുന്നു എന്ന് തോന്നിയോ? ഇല്ല, ആ ഗെയിമിനകത്ത് ടിപ്പും ഒന്നും വർക്കാവില്ലപ്പാ. എല്ലാം നമ്മൾ സ്വയമേ ചെയ്യുന്ന കാര്യങ്ങളാ, ഒന്നും വർക്കാവില്ല. പുള്ളിയുടെ ആ ഒരു ഡിസിഷനെ ചേച്ചി എങ്ങനെ നോക്കി കാണുന്നത്? അവന്റെ തീരുമാനങ്ങളല്ലേ, അവന്റെ തീരുമാനങ്ങളാണ്. അതിൽ അഭിപ്രായം പറയാൻ പോലും ഞാനോ നമ്മൾ ആരും ആൾക്കാരല്ല. അല്ല, നിൽക്കുമായിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നിയോ? ഡെഫിനറ്റ്ലി ഹി വാസ് എ വെരി ഗുഡ് ഗെയിം. ഹി വാസ് എ വെരി ഗുഡ്. ഫൈനൽ 5-ൽ എത്തും തോന്നിയിരുന്നു. തീർച്ചയായിട്ടും. ശരിക്കും സിബിൻ കയറിയപ്പോഴല്ലേ കളി മാറിയത് ശരിക്കും? അല്ല, അവിടെ കളി നടക്കുന്നുണ്ടായിരുന്നു. സിബിൻ ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗെയിമാണ് അതിനകത്ത് കളിച്ചത്. അതെനിക്ക് തോന്നുന്നു ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഫറൻസ് ആനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സിബിൻ ഇച്ചിരി പവറിലോട്ട് വന്നപ്പോൾ ബിഗ് ബോസ് ഒന്ന് മൈൻഡ് ഗെയിം കളിച്ച് തളർത്തിയതാണെന്ന് തോന്നുന്നുണ്ടോ? നോ കമന്റ്സ് ബ്രോ. അപ്പൊ ശരി, വൈൽഡ് കാർഡ് എൻട്രിയുടെ സാധ്യതയുണ്ടോ ആർക്ക്? സിബിന്? എനിക്ക് തോന്നുന്നില്ല. അവർ ഇന്നലെ അങ്ങനെയല്ലേ അനൗൺസ് ചെയ്തത്. എന്നേക്കുമായി വിട പറഞ്ഞു എന്ന് പറയുന്ന കണ്ടസ്റ്റൻസിനെ സാധാരണ തിരിച്ചു കയറ്റാറില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം എന്റെ പൊന്നളിയോ, ഫിനാലേക്ക് ചേച്ചി ഉണ്ടാവോ? അയ്യോ ഇല്ല, ഫിനാലേക്ക് വിളിച്ചാ പോവോ? ഇല്ലപ്പാ, ഇല്ല. അല്ല, എന്നെന്തിനാ വിളിക്കണേ ഫിനാലേക്ക്? ഞാനല്ലല്ലോ കണ്ടസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഓക്കെ, ബൈ. താങ്ക് യു ഗൈസ്, ബൈ. ശരി, ഓക്കെ, ബൈ. എല്ലാവരുടെയും കൈയപ്പ.